പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും ഉടമ്പടിയുള്ള സ്നേഹത്താൽ ശക്തിപ്പെടുത്തുന്ന കർത്താവെ, ഞാനങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയും. ദിവ്യകാരുണ്യനാഥന അങ്ങയുടെ തിരുമുമ്പിൽ കടന്നു വരുവാൻ എനിക്ക് കൃപ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ ഈ പ്രഭാതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. രാജാവ് ദൈവത്തോട് ഉടമ്പടി ചെയ്തു, ജനങ്ങളും ആ ഉടമ്പടി അംഗീകരിച്ചു. ഞങ്ങൾക്കൊരു പുതിയ ഉടമ്പടിയാണ് കർത്താവെ നീ നൽകിയിരിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുവാൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ആ കൽപ്പനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ സ്നേഹിക്കുന്നതാണെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യും. നിൻ്റെ കരുണയും നിൻ്റെ കൃപയുമാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തിച്ചെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തോടുകൂടി ഞങ്ങളങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ. കാരുണ്യവാനായ കർത്താവെ, പുതിയ ഉടമ്പടി ഞങ്ങൾ ഓരോരുത്തരും പാലിക്കുവാൻ, നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ കൃപ നൽകി അനുഗ്രഹിക്കണം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയുന്നത് പോലെ നിൻ്റെ മക്കളാണെന്ന് അറിയുവാൻ തക്കവിധം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. നല്ല ഫലം നല്ല വൃക്ഷം നല്ല ഫലവും, ചീത്ത വൃക്ഷം ചീത്ത ഫലവുമാണ് നൽകുന്നത്. ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ മക്കളാണെങ്കിൽ നല്ല ഫലം പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണെന്ന് ഞങ്ങൾ ഓരോരുത്തരും അറിയും. കാരുണ്യവാനായ കർത്താവെ, ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിച്ച അവസരങ്ങളുണ്ട്. നിന്നിൽ നിന്ന് മാറി നടന്ന അവസരങ്ങൾ, നിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ പോയ അവസരങ്ങൾ, ലോകത്തെ കൂടുതലായി സ്നേഹിച്ച അവസരങ്ങൾ, ലോകമാണ് ശരിയെന്ന് പറഞ്ഞ അവസരങ്ങൾ, നല്ല വൃക്ഷമായി മാറുവാനോ നല്ല ഫലം പുറപ്പെടുവിക്കുവാനോ കഴിഞ്ഞില്ല. ഈശോയെ, യഥാർത്ഥ മുന്തിരിച്ചെടി നീയാണെന്നും നിന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖയാണ് യഥാർത്ഥമായ ഫലം പുറപ്പെടുവിക്കുന്ന ഉത്തമമായ ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഇതാ കർത്താവെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിൽ നകന്നു മാറി ജീവിക്കുന്നവരെയും, വ്യാജപ്രവാചകന്മാർക്ക് അടിമപ്പെട്ടു പോയവരെയും, സത്യമെന്തെന്ന് തിരിച്ചറിയാത്തവരെയും, സത്യസഭയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയവരെയും നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് യഥാർത്ഥമായ വചനം മനസ്സിലാക്കുവാനും പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുവാനും സ്ഥലത്തും കൃപ നൽകി അനുഗ്രഹിക്കണം. സഭയ്ക്കെതിരെ പോരാടുന്നവരെയും സഭയെ തള്ളിപ്പറയുന്നവരെയും അങ്ങ് വിശുദ്ധീകരിച്ച് വീണ്ടെടുത്ത തിരികെ എത്തിക്കണം. കാരുണ്യവാനായ കർത്താവെ, നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. വേദനയോടുകൂടി മക്കൾ വഴിതെറ്റിപ്പോയതിനെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും നീ അനുഗ്രഹിക്കണം. ആ മക്കളെ തിരികെ കൊണ്ടുവരണം. വഴിയെ തെറ്റിയിടത്തുനിന്ന് വീണ്ടെടുക്കുവാൻ തക്കവിധം കൃപ നൽകി നേതിനം അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഏവരെയും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വരന്റെ അനുഗ്രഹത്താൽ നിറച്ച് ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.